75 പിന്നിട്ടിട്ടും കൃഷിയെ നെഞ്ചിലേറ്റി നേട്ടം കൊയ്യുകയാണ് അടിമാലി മച്ചിപ്ലാവ് തയ്യിൽ അന്ത്രയോസ് ജോൺ. ഇദ്ദേഹത്തിന്റെ 3 ഏക്കറോളം വരുന്ന കൃഷിയിടം സമ്മിശ്ര കൃഷിയിലൂടെ സമൃദ്ധമാണ്. തന്നാണ്ട് വിളകൾ, ദീർഘകാല വിളകൾ, വിവിധയിനം പഴവർഗ്ഗങ്ങൾ, മത്സ്യകൃഷി എന്നിവ കൊണ്ട് സമൃദ്ധമാണ് കൃഷിയിടം. 75 പിന്നിട്ടിട്ടും കൃഷിയെ നെഞ്ചിലേറ്റി നേട്ടം കൊയ്യുകയാണ് അടിമാലി മച്ചിപ്ലാവ് തയ്യിൽ അന്ത്രയോസ് ജോൺ. ഇദ്ദേഹത്തിന്റെ 3 ഏക്കറോളം വരുന്ന കൃഷിയിടം സമ്മിശ്ര കൃഷിയിലൂടെ സമൃദ്ധമാണ്. തന്നാണ്ട് വിളകൾ, ദീർഘകാല വിളകൾ, വിവിധയിനം പഴവർഗ്ഗങ്ങൾ, മത്സ്യകൃഷി എന്നിവ കൊണ്ട് സമൃദ്ധമാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം. ജാതി, തെങ്ങ്, കമുക്, കൊക്കോ, ഏലം, കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കൂർക്ക എന്നിവയാണ് പ്രധാന കൃഷികൾ. ഓണ സീസൺ മുന്നിൽ കണ്ടുള്ള ചേന, ചേമ്പ്, ഇഞ്ചി, കൂർക്ക കൃഷികളുടെ വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട്. ഇതിൽ ചേനയ്ക്കും ചേമ്പിനും ഭേദപ്പെട്ട വില ലഭിക്കുമ്പോൾ ഇഞ്ചിക്ക് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ലെന്നും അന്ത്രയോസ് പറയുന്നു. ഈ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ല. പക്ഷേ ചേനക്കൃഷി മെച്ചകരമായിരുന്നു. 10 കിലോ മുതൽ താഴത്തേക്ക് ഒരു ചേനയ്ക്കുണ്ട്. വില അടുത്ത ദിവസമായിട്ട് കുറേ ദിവസമായിട്ട് വിറ്റുകൊണ്ടിരിക്കുക. പറിച്ച് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വില പ്രതീക്ഷിച്ച് കുറേ പറിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഈ പണിക്കൂലി കൊടുത്ത് ഇഞ്ചി 100 രൂപ കിലോയ്ക്ക് വില വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇട്ടായിരുന്നു. ഇപ്പോൾ അത് നേർപതി 50 രൂപ വിലയേ ഉള്ളൂ. പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല. പിന്നെ കൃഷിയാണ് പാരമ്പര്യമായിട്ടുള്ള പണി, അതുകൊണ്ട് ചെയ്തു പോരുന്നു. എന്നിരുന്നാലും കൃഷിയിൽ നിന്ന് പിന്നോട്ടു മാറാൻ അന്ത്രയോസ് തയ്യാറല്ല. കൃഷിയിടത്തിലെ എല്ലായിടങ്ങളിലും വേനൽക്കാലത്ത് വെള്ളമെത്തിക്കുന്നതിനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ജാതി, കൊക്കോ, ഏലം എന്നിവയുടെ കായ്കൾ മഴക്കാലത്തും ഉണങ്ങുന്നതിനുള്ള ഡ്രയർ സംവിധാനവും വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൃഷിക്കാര്യങ്ങളിൽ കട്ടയ്ക്ക് ഭാര്യ മേരിയും ഒപ്പമുണ്ട്. അന്ത്രയോസ് ജോണിന് 3 മക്കളാണുള്ളത്. ഇവർ വിദേശത്താണെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ കൃഷിയെ താലോലിക്കുന്ന വയോധിക കുടുംബം ഒരുക്കമല്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.